ചിറയിറമ്പ് മുഴിപ്പോൺ പടിഞ്ഞാറേക്കാലായിൽ അലക്സം ജോർജിന്റെ വീട് 6 മാസമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. വീട്ടുടമ കുടുംബസമേതം കുവൈറ്റിലും. കാര്യങ്ങൾ അറിഞ്ഞു തന്നെയാണ് കള്ളൻ കയറിയത്. ടോർച്ച് തെളിച്ചാണ് വരവ്. മുഖവും തലയും പരിപൂർണമായി മൂടിയിട്ടുണ്ട്. ഷർട്ടും ബർമുടയുമാണ് വേഷം. ഇടതുകൈയിൽ വാച്ചുമുണ്ട്. സമയം പുലർച്ചെ 3:30. നാട്ടുകാരാകെ നല്ല ഉറക്കത്തിലായ തക്കം നോക്കിയാണ് കക്ഷി മതിൽ ചാടിക്കടന്നത്. CCTV ക്യാമറ കണ്ടു. കൂസലില്ലാതെ മുന്നോട്ട് നീങ്ങി. ജനാലകളിലും വാതിലുകളിലുമെല്ലാം മുട്ടി. പക്ഷേ ഒന്നും തുറക്കാനായില്ല. ഒടുവിൽ അടുക്കള വാതിലിനോട് ചേർന്ന ഭാഗത്ത് നടുവൊന്ന് നിവർത്താൻ കിടന്നു. പാവം അറിയാതെ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോഴോ നേരം പരപരാന്നു വെളുത്തിരുന്നു. ഉറക്കമുണർന്ന കക്ഷി മുഖംമൂടി നീക്കി നേരെ പൈപ്പിന്റെ ചുവട്ടിലേക്കാണ് വരുന്നത്. കൈകാലുകളും മുഖവും വായയും കഴുകുന്നു. ശേഷം മുടി കോതി ഒതുക്കിയാണ് ഇവിടെ നിന്നും കടന്നു പോകുന്നത്. ക്യാമറയിൽ കൂടെ നമ്മളത് കണ്ടപ്പോൾ വേറെ എങ്ങോട്ടും പുള്ളി മാറിയിട്ടില്ല. പുറകിലത്തെ സ്റ്റെപ്പയിലാണ് പുള്ളി പോയി ഇരുന്നിട്ടുള്ളത്. അവിടെ ചെടിച്ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഒരു ചെടി പിഴുത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 3:22 ആളിതിനകത്ത് കയറി 5:50 തിരിച്ചിറങ്ങിപ്പോയി. ഉറങ്ങിയാണ് നമ്മൾ ധരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ബിജു ജോർജ് ഇവിടെ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നു പോയപ്പോഴും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല. എന്നാൽ ഉടമ അലക്സം ജോർജിന്റെ മൊബൈൽ ഫോണിൽ അറിയിപ്പ് കിട്ടി. ദൃശ്യങ്ങളിൽ കള്ളനെ കണ്ട അലക്സ് ബിജുവിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. നമുക്ക് വ്യക്തമായിട്ട് അത് അങ്ങോട്ട് ഊഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലരെയും ഇത് കാണിച്ചു, നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും കാണിച്ചു. ആർക്കും അത്ര വ്യക്തമല്ല. എന്തായാലും ആൾ കയറി ഉറങ്ങിപ്പോയെന്ന് തന്നെയാണ് നമ്മുടെ ധാരണ. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്യാമറയിലോട്ടെങ്ങും ആൾ വന്നിട്ടുമില്ല. 2.5 മണിക്കൂർ നീണ്ട മയക്കം പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങവെയാണ് കള്ളൻ വെള്ളമുള്ള പൈപ്പ് കണ്ടത്. അതോടെ സ്വയം മറന്നു. മുഖം മൂടി ഊരിവെച്ച് ഉന്മേഷവാനായി. മുഖപരിചയം തീരെയില്ലെന്നാണ് കണ്ടവരെല്ലാം പറഞ്ഞത്. സമീപത്തെങ്ങും അന്ന് രാത്രി മോഷണമോ മോഷണ ശ്രമങ്ങളോ ഉണ്ടായിട്ടുമില്ല. വീട്ടുടമ നൽകിയ പരാതിയിന്മേൽ ഉറക്കക്കാരനെ തേടി ഇറങ്ങിയിട്ടുണ്ട് പോലീസ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ഇതിപ്പോൾ മോഷ്ടിക്കാൻ എന്ന ലക്ഷ്യമായി വന്ന അവസാനം ഉറങ്ങാനൊരു സ്ഥലം കണ്ട പോലെയായി പോയി കള്ളൻ്റെ അവസ്ഥ. അപ്പോൾ CK അഭിലാലുണ്ട്. അഭിലാൽ, ഇപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞാൽ കണ്ടുപരിചയമൊന്നുമില്ല എന്നാണ്. പക്ഷേ മുഖം അത്യാവശ്യം ക്ലിയർ ആയിട്ടൊക്കെ CCTVയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അന്വേഷിക്കുന്നുണ്ടോ? മോഷ്ടിക്കാൻ കയറിയ വീട്ടിൽ ഒരു കള്ളൻ കിടന്നുറങ്ങുന്ന ഒരു ആദ്യ സംഭവമേ അല്ല. അതേസമയം തന്നെ തന്നിലേക്ക് എത്താനുള്ള എല്ലാ സൂചനകളും CCTV ക്യാമറയിൽ അവശേഷിപ്പിച്ച ഒരാൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ ഇത് ആദ്യ സംഭവമായിരിക്കാം. ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ശരീരത്തിന് പിൻവശത്ത് ചെരുപ്പ് വെച്ച് കെട്ടിയ ഒരാളെയാണ്. കഴുത്തിന് മുകൾ ഭാഗം പൂർണ്ണമായും മറച്ചിട്ടുണ്ട്. കയ്യിൽ ടോർച്ച് കൂടി കരുതി ഒരാൾ മോഷണത്തിന് ഇറങ്ങുന്നു എന്നുള്ള അപൂർവതയും ഈ സംഭവത്തിനുണ്ട്. എന്തായാലും ആ വീട്ടിലെ CCTV ക്യാമറകളെക്കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് അയാളുടെ ഓരോ നീക്കവും ഉണ്ടായത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. മോഷണത്തിനെത്തി അത് നടക്കാതെ വന്നതോടുകൂടി അവിടെ കിടന്നുറങ്ങിയതിനെ കൃത്യവിലോപമായി ആരെങ്കിലും കണ്ടാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല. സംഭവിച്ചത് കൃത്യവിലോപമാണോ അതോ പിന്നിട്ട ദിവസങ്ങളിൽ തുടർച്ചയായി ഉറക്കം ഒഴിവാക്കിയുള്ള ജോലിയാണോ അയാളെ അവിടെ കിടത്തിയത് എന്നുള്ളതിന് ഉത്തരം പോലീസ് അന്വേഷണത്തിലായിരിക്കും ലഭ്യമാകുക. എന്തായാലും ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി ചെറുകിടമ്പുകാർ നേരിയ ഭീതിയിലാണ്. ദൃശ്യങ്ങളിൽ അവസാന ഭാഗത്ത് കാണുന്നത് ഏറെക്കുറെ 35 വയസ്സ് പ്രായമുള്ള താടി വളർത്തിയ സാമാന്യ ഉയരമുള്ള ഒരാളെയാണ്. പോലീസ് അന്വേഷണം അത്യാവശ്യം വ്യക്തമായിട്ടൊക്കെ കാണാവുന്നതുകൊണ്ട് പോലീസിന് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി വാർത്തയായതുകൊണ്ട് പുള്ളി അങ്ങനെ സ്ഥലം വിട്ടാലേ ഉള്ളൂ അല്ലേ? ശരി, നോക്കാം.